ഹായ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അതാണ്ട് ഇതെന്ന് പറയുന്നത് ഒരു ബനാന ബോളാണ്. അതായത് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർന്ന ഒരു ബനാന ബോൾ. കാരണം ഇത്ര ഒരു വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടു കാണത്തില്ല, അത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാണ്ട് അതിന് വേണ്ടി 3 ഏത്തക്ക എടുത്തിട്ടുണ്ട്. 3 ഏത്തക്ക എന്ന് പറയുമ്പം നല്ല കറുത്ത ഏത്തക്കയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് അത്യാവശ്യം കറുക്കാത്തൊരു ഏത്തക്കയാണ്, നല്ല കറുക്കാത്തൊരു ഏത്തക്കയാണ്. അപ്പോൾ എനിക്കിത് കറുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തു. അപ്പോൾ തന്നെ അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 കപ്പ് തേങ്ങ, ഈ ഒരു തേങ്ങയിൽ നിന്ന് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ബാക്കിയായിട്ടുള്ളത് നമുക്ക് പിന്നെ ഇടാം. എന്നിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്, നമ്മൾ ഏത്തക്കയാണ് ഇടുന്നത്. ഇപ്പം നല്ല കറുത്ത ഏത്തക്കയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മാത്രം മധുരം ഇട്ടാൽ മതി. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ അതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ദാണ്ടേ കണ്ടോ, ഇനിയാണ് നമ്മുടെ സീക്രട്ട്. ഇനി നമ്മൾ പറയുമ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ അവലിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് വെച്ചാൽ 1.5 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഞാൻ ഇവിടെ 2ാമത് ഇടുന്നുണ്ട്. ആദ്യം എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് കുറഞ്ഞു പോയിന്ന് തോന്നിയപ്പോൾ 2ാമതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു 2 കപ്പ് 1.5 കപ്പൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. എടുക്കുന്ന ഏത്തക്കയുടെ അളവിനനുസരിച്ചിട്ട് അവലും എടുക്കും. അത് നല്ലപോലെ ഒന്ന് എടുത്ത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നേരെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, അതായത് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ള ഒരു മിക്സിയുടെ ജാറായിരിക്കും. അത് നമുക്ക് പൊടിച്ച് മാറ്റി ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനിയൊന്നുമില്ല, നമ്മൾ ആ ഒരു പാനിലേക്ക് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു അരച്ച് വെച്ച മിക്സില്ലേ അത് അതിനകത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മളുടെ ആ തേങ്ങയില്ലേ, നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങ, ആ ഒരു തേങ്ങ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തേങ്ങ മാറ്റി വെച്ചിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് അതും ആ ഒരു മിക്സുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ അവൽ പൊടിച്ചത് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടി ചെല്ലുമ്പോഴത്തേക്ക് ആ മാവ് നല്ല രീതിയിൽ കുഴയും. കണ്ടോ, നല്ല രീതിയിൽ കുഴഞ്ഞ് സെറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കണം. അതായത് ഒരു ചെറിയ ചൂട് വേണം, ഒരു ചെറു ചൂടോടുകൂടി നമുക്കതിനെ ബോൾസാക്കി മാറ്റണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് മൈദയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇതേപോലെ കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസും വേണം. എന്നിട്ട് ആ ഒരു ചെറു ചൂടോടെ തന്നെ നമുക്ക് അതിനൊരു ബോൾ ഷേപ്പാക്കാം. ഇഷ്ടമുള്ള ഷേപ്പാക്കി മാറ്റാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബോൾ ഷേപ്പാണ്. അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ ആ മൈദയുടെ ആ ഒരു മിക്സിലേക്ക് ഇട്ടതിന് ശേഷം നേരെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. പറയുന്നതിൽ വെച്ചിട്ട് ഭയങ്കര സംഭവമാണ്, ഭയങ്കര പാടാണ് ചെയ്യാൻ എന്നൊന്നും ഇതായില്ല. നമുക്ക് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനി എന്താ ചെയ്യേണ്ടത്, നേരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കാണാൻ? ഈസി അല്ലേ? അപ്പം ഇതെന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കേ.